ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലായിരിക്കുമെന്ന് CPM ഏരിയ സെക്രട്ടറി MT അഹമ്മദ്. തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച പദ്ധതികൾ ഏറ്റെടുത്തപ്പോൾ MLA പിന്തുണ നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. MLA ഫണ്ട് തൽപരരായ ആളുകൾക്ക് തട്ടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയതെന്നും ഇക്കാര്യം ഇടതുപക്ഷം ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കിയതായും അഹമ്മദ് വ്യക്തമാക്കി. ജനം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു കഴിഞ്ഞു. വണ്ടൂർ ഏരിയയിലെ 7 പഞ്ചായത്തുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, ഏറ്റവും അവസാനത്തെ സ്ത്രീ സുരക്ഷാ പദ്ധതിയും അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. വണ്ടൂരിലെ 7 പഞ്ചായത്തുകളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ അധികാരത്തിലിരുന്ന പഞ്ചായത്താണ്. കരുവാരക്കുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ ഐക്യത്തോടുകൂടി നല്ല മുന്നേറ്റമുണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കരുവാരക്കുണ്ടിൽ സാധിച്ചിട്ടുണ്ട്. തുവ്വൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊരു തിരിച്ചടി ഉണ്ടായിട്ടുള്ള പഞ്ചായത്താണ്. ആ തിരിച്ചടി ഭരണം നേടുന്ന രീതിയിലേക്ക്, തുവ്വൂരിൽ ഭരണം തിരിച്ചു പിടിക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. പോരൂരിലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള തരംഗമാണ് പോരൂരിലുള്ളത്. പോരൂരിലും നമുക്കിന്ന് മികച്ച വിജയം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വണ്ടൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് വണ്ടൂർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുന്നത്. വണ്ടൂർ ഇടതുപക്ഷത്തിന്റെ മണ്ണാണ്. ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തോടുകൂടി, വണ്ടൂർ ഏരിയയിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വണ്ടൂരിലാണ് ഈ പ്രാവശ്യം ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്ന് തിരുവാലിയാണ്. തിരുവാലി മലപ്പുറം ജില്ലയിലെ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ ഇറ്റില്ലമാണ്. ആ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ ഇറ്റില്ലം ഏറ്റവും നല്ല ഭൂരിപക്ഷം, ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം ഉണ്ടാകുന്ന പഞ്ചായത്തായിട്ട് തിരുവാലി ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറാൻ വേണ്ടി പോവുകയാണ്. എടവണ്ണയും മമ്പാടും UDFന്റെ കോട്ട തകർത്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് നിലനിൽക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രാവശ്യവും ആ 2 പഞ്ചായത്തുകളും ഇടതുപക്ഷത്തിന് നിലനിർത്താൻ വേണ്ടി കഴിയും. പൊതുവെ വണ്ടൂർ ഏരിയയിൽ MLA അനിൽകുമാറിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ സാന്നിധ്യം പോലും ഈ മണ്ഡലത്തിൽ അനുഭവപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ MLAയും MPയും ജില്ലാ ബ്ലോക്ക് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അവരുടെ സാന്നിധ്യമില്ലാത്ത പഞ്ചായത്ത് മേഖലയായി വണ്ടൂർ മാറിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിധി എഴുതുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു MLA എന്നുള്ള രീതിയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ചുമതല നിയോജക മണ്ഡലം MLAമാർക്കാണ്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ ആ പദ്ധതികൾക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടി കൂടി MLA തയ്യാറാകുന്നില്ല. MLA ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ തൽപരരായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിൽബന്ധികളായിട്ടുള്ള ആളുകൾക്ക് ഈ ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബിനാമി കോൺട്രാക്ടർമാരെ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വണ്ടൂർ മണ്ഡലത്തിന്റെ ഈ വികസന രംഗത്ത് നിലനിൽക്കുന്ന ഈ പ്രതിസന്ധിയെ സംബന്ധിച്ച് ഇടതുപക്ഷം ചർച്ചയാക്കിയിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം.